കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നു. അവർക്ക് അതിൽ നിന്നാണ് എനിക്ക് എന്തായാലും ഇതിൽ വീഡിയോ ചെയ്യണം തോന്നിയത്. അപ്പം SLEയുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 10 വർഷത്തോളമായിട്ട് എൻ്റെ ഫോളോ അപ്പിലുള്ളതാണ്. ഇപ്പോൾ 45-50 വയസ്സോളമായി. 34 വയസ്സിലാണ് ആദ്യമായിട്ട് അസുഖം വന്നത്. വളരെ സിവിയർ ഡിസീസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞു. പിന്നെ ഗുളികളൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് അവർക്ക് ഇപ്പോൾ HCQ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 1-2 കൊല്ലമായിട്ട്. അപ്പോൾ ഒരു 3 മാസം 4 മാസത്തിലാണ് ഫോളോ അപ്പിൽ വരുന്നത്. കറക്റ്റായിട്ട് ഫോളോ അപ്പിൽ വരും. അപ്പോൾ അവർ കറക്റ്റായിട്ട് കണ്ണ് ചെക്കപ്പൊക്കെ HCQ നമുക്കറിയാമല്ലോ, HCQ മാക്യുലോപ്പതിയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ണ് ചെക്കപ്പ് അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. 8 മാസം മുമ്പും ഇവിടുത്തെ നല്ലൊരു ഒഫ്തൽമോളജിസ്റ്റിനെ കാണിച്ച് സീനിയർ റെറ്റിനൽ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കണ്ണിന് കുഴപ്പമില്ലാതെ കൺഫേം ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ 8-9 മാസം കഴിഞ്ഞു. ഇപ്പോൾ അവർ ഡോക്ടറിലേക്ക് പോയി. വേറെ ഡോക്ടർക്ക് ഇപ്പോൾ പോയത് വേറൊരു പ്രശ്നമായിട്ടാണ്. അപ്പോൾ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, വാതത്തിന് മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വാതത്തിന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ചെറിയ കാറ്ററാക്ട് വന്നിട്ടുണ്ട്, കണ്ണിൽ തിമിരത്തിൻ്റെ ആരംഭമുണ്ട്, 2 കണ്ണ് കുറച്ച് ഡ്രൈനസ് ഉണ്ട്, അപ്പം അതുകൊണ്ടായിരിക്കാം ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേഷ്യൻ്റ് വറീഡായി. ഈ വാതത്തിന് മരുന്ന് കഴിച്ചാൽ തിമിരം വരുമോ ഡോക്ടറെ? ഈ HCQ ഒരാളോ പറഞ്ഞില്ല. HCQ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യുന്നതാണല്ലോ. HCQ കാരണം ആരും തിമിരം വന്നത്. അപ്പം HCQ തന്നെ കണ്ണിന് പ്രശ്നം ഉണ്ടാകാമെന്ന് ഇവർ കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ണ് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. 8 മാസം മുമ്പ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് കണ്ണിന് ഡ്രൈനസ് വന്നതും കണ്ണിന് തിമിരം വന്നതും അല്ല കാഴ്ചക്കുറവ് വന്നതും എല്ലാം ഇതിൻ്റെ ആണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം. അപ്പോൾ ഇവർ പേടിച്ച് ഒരു അപ്പോയിൻമെൻറ്റിന് മുമ്പ് തന്നെ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ഡോക്ടറെ എങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒഫ്തൽമോളജിസ്റ്റിൻ്റെ നമ്പർ തരുന്നു. ഒഫ്തൽമോളജിസ്റ്റ് ഞാൻ വിളിച്ച് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു. അപ്പം ആ ഡോക്ടർ ഉദ്ദേശിച്ചത് ബേസിക്കലി SLE ഉള്ളത് കൊണ്ട് കണ്ണിന് ഡ്രൈനസ് വരാമെന്നാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകാമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഒരിക്കലും HCQ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കും ഡോക്ടർ HCQ കൊണ്ടാണോ കണ്ണിന് ഡ്രൈനസ്. അപ്പോൾ ആ ഡോക്ടർ പിന്നെ ക്ലാരിഫൈ ചെയ്തു. ഈ പേഷ്യൻറ്റോട് ഞാൻ പറഞ്ഞു HCQ കൊണ്ടല്ല കണ്ണിന് ഡ്രൈനസ്, പിന്നെ ഈ SLEയുടെ തന്നെ സെക്കൻഡറി ആയിട്ട് കണ്ണിന് ഡ്രൈനസ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ എടുത്തത്. അപ്പം നമുക്കിനി മനസ്സിലാക്കേണ്ടത് HCQ കൊണ്ട് എന്തൊക്കെ കണ്ണിന് പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാദത്തിന് മരുന്ന് കൊണ്ട് നമുക്ക് തിമിരം ഉണ്ടാകുമോ അല്ലെങ്കിൽ കണ്ണിന് ഡ്രൈനസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും HCQ കൊണ്ട് കണ്ണിന് ഡ്രൈനസ് വരില്ല. ഒന്നാമത്തെ കാര്യം. പലപ്പോഴും വാതരോഗത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് ഇപ്പോൾ SLE ആണെങ്കിലും റുമറ്റോയിഡ് ആണെങ്കിലും സ്ക്ലിറോഡെർമ ആണെങ്കിലും ഈ വാതരോഗമുള്ളവർക്ക് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനം ഇതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരും. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടപ്പിറപ്പായിട്ട് കണ്ണിലെ നമ്മുടെ ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. അതായത് കണ്ണുനീർ ഗ്രന്ഥികൾ പതുക്കെ കുറച്ച് ഡാമേജ് ആയി വന്ന് കണ്ണിനോട്ടുള്ള കണ്ണുനീര് കുറയും. അത് ലാക്രിമൽ ഗ്ലാൻഡ് കുറഞ്ഞിട്ട് കണ്ണുനീര് കുറയുകയും ചെയ്യും. അങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതിനാണ് ജോഗ്രൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇതൊരു കോമൺ ഫിനോമിനാണ്. ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണ് 25-30% കൂടുതൽ ആളുകൾക്ക്, SLEയിലൊക്കെ 40% വരെയും കണ്ണിനും വായിക്കും ഡ്രൈനസ് വരാം. അപ്പോൾ ഇത് എന്തിൻ്റെ കോംപ്ലിക്കേഷനാണ്? ഇത് അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷനാണ്. HCQ കൊടുത്താൽ അത് കുറയത്തേ ഉള്ളൂ. HCQ കൊണ്ട് ഒരിക്കലും കണ്ണിന് ഡ്രൈനസ് വരില്ല. 2, തിമിരം വരുമോ? തിമിരം വരാം. HCQ കൊണ്ടല്ല, സ്റ്റിറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ തിമിരം വരാം. സ്റ്റിറോയിഡുകളാണ് കണ്ണിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. കണ്ണിന് തിമിരം വരുന്നതും അതുപോലെ തന്നെ ഗ്ലോക്കോമ, കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതും റെറ്റിനയിൽ ചെറിയ ഫ്ലൂയിഡ് കെട്ടിലൊക്കെ വരുന്നത് സ്റ്റിറോയിഡ് കഴിക്കുമ്പോഴാണ്. എസ്പെഷ്യലി വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ റെറ്റിനയിലൊരു ഫ്ലൂയിഡ് കെട്ടിലുണ്ടാകാം. അതുപോലെ സ്റ്റിറോയിഡുകൾ കുറേ നാളത്തേക്ക് 1, 2, 3 വർഷമൊക്കെ കഴിക്കുമ്പോൾ കണ്ണിലെ പ്രഷർ കൂടുകയും അതുപോലെ കണ്ണിലെ തിമിരത്തിൻ്റെ ആരംഭം വരികയും ചെയ്യാം. ഇതെല്ലാം സ്റ്റിറോയിഡുകളുടെ കോംപ്ലിക്കേഷൻ. ഒരിക്കലും HCQ കൊണ്ട് ഒരിക്കലും എന്ത് വരില്ല? കണ്ണിനകത്ത് തിമിരം വരാനുള്ള സാധ്യത വളരെ വരില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ HCQ കൊണ്ടാണോ കണ്ണിന് ഡ്രൈനസ് വന്നത്? അല്ല. HCQ കൊണ്ടാണോ കണ്ണിന് തിമിരം വന്നത്? അല്ല. പലപ്പോഴും തിമിരം വരുന്ന ഒന്ന് പ്രായമാകുമ്പോൾ 45-50 വയസ്സൊക്കെ ആകുമ്പോൾ തിമിരത്തിൻ്റെ ആരംഭം ചില ആളുകൾ കാണാറുണ്ട്. എസ്പെഷ്യലി കുറേ നാളുകൾക്ക് മുമ്പ് സ്റ്റിറോയിഡുകൾ കഴിച്ചിട്ട് തിമിരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, HCQ കൊണ്ട് എന്താ വരുന്നേ? അത് എനിക്ക് ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. HCQ കൊണ്ട് വരുന്ന കണ്ണിൻ്റെ ടോക്സിറ്റി റെറ്റിനൽ ടോക്സിറ്റിയാണ്. അത് വരുന്നത് വളരെ റെയറാണ്. ഫസ്റ്റ് 5 ഇയേഴ്സ് ഇവർക്ക് വരത്തേ ഇല്ല. ഒരു 5 വർഷം കഴിഞ്ഞ് 1% ആളുകൾക്കാണ് HCQ കഴിക്കുന്നവർക്കാണ് റെറ്റിനൽ ടോക്സിറ്റി വരാനുള്ള സാധ്യത. അപ്പോൾ എന്താണ് റെറ്റിനൽ ടോക്സിറ്റി വരുന്നത്? നമുക്കറിയാം, കണ്ണിൽ അത് റെറ്റിനയിൽ ചെറിയ കുത്തുകൾ പോലെ വരും. അതുകൊണ്ട് കാഴ്ചകൾക്ക് കുറച്ച് പ്രശ്നമുണ്ടാകാം. ഒരു ചെറിയ പിഗ്മെൻറ്റ് ലെയറിൽ ചെറിയ പിഗ്മെൻറ്റേഷൻ വരുന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകാം. അത് നമ്മൾ സമയത്ത് കണ്ടുപിടിച്ചിട്ട് കാഴ്ച പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, HCQ മാക്യുലോപ്പതി എന്ന് പറയുന്നത് നമ്മൾ കേരളമാണെങ്കിൽ ആദ്യത്തെ വർഷം ടെസ്റ്റ് ചെയ്യിക്കും. അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഏർലി ഫേസിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും, ട്രീറ്റ് ചെയ്യാനും പറ്റും. അത് നിർത്തിക്കഴിഞ്ഞാൽ അത് പതുക്കെ കുറഞ്ഞ് വരികയും ചെയ്യും. ഏർലി സ്റ്റേജാണെങ്കിൽ റിവേഴ്സ് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണിന് ഡ്രൈനസ് ഉണ്ട് അല്ലെങ്കിൽ കാറ്ററാക്ട് ഉണ്ടെങ്കിൽ പലപ്പോഴും HCQ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. HCQ കൊണ്ടെല്ലാം തന്നെ ഒരു തരത്തിൽ വളരെ ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു 45-50 വയസ്സാകുമ്പോൾ നമുക്കറിയാം വെള്ളെഴുത്തെന്നൊക്കെ പറയും. വായിക്കാനുള്ള ബുദ്ധിമുട്ട് വരും, കണ്ണാടി നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ പ്രസ്ബയോപ്പിയ എന്നൊക്കെ പറയും, നമുക്കറിയാം. അത് കണ്ണാടിയുടെ പവറൊക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റേണ്ടി വരും. അതും HCQ കൊണ്ടല്ല. അപ്പം കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നത്തെല്ലാം പാവം HCQ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ പലപ്പോഴും ഒഫ്താൽമോളജിസ്റ്റിനെ ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഇതുണ്ടായെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്.